ഹലോ നമസ്കാരം. ആയുർവേദം ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വിരുദ്ധ ആഹാരത്തിനെ കുറിച്ചാണ്. ഇൻകംപാറ്റബിൾ ഫുഡ് എന്ന് പറയുന്ന ഈ വിരുദ്ധാഹാരം എന്താണ്, അതുപോലെ വിരുദ്ധാഹാരങ്ങൾ ഏതൊക്കെയാണ്, വിരുദ്ധാഹാരം നമ്മൾ ലോങ് ടൈം ഡ്യൂറേഷനിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മുടെ ശരീരത്തിന്, എന്തൊക്കെ ദോഷങ്ങൾ, അതുപോലെ എന്തൊക്കെ രോഗങ്ങൾ നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ചില ആളുകളിൽ വിരുദ്ധാഹാരം കഴിക്കുകയാണെങ്കിലും മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതിരിക്കുന്നതായിട്ട് കാണാറുണ്ട്. അതെന്തുകൊണ്ടാണ്? അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ പൂർണ്ണമായിട്ടും വീഡിയോ കാണാം. ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിരുദ്ധാഹാരം, അതായത് ഇൻകോമ്പറ്റബിൾ ഫുഡ്, ഇതിന്റെ ഡെഫിനിഷൻ, ഇത് എന്തുകൊണ്ടാണ് ഇതിന് വിരുദ്ധാഹാരം എന്ന് വിളിക്കുന്നത് എന്ന് ഫസ്റ്റ് പറയാം. അതായത് ചില ഭക്ഷണ പദാർത്ഥങ്ങള് കൂടിച്ചേരുന്ന സമയത്ത് അത് ചിലപ്പോൾ പാകപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ നമ്മളത് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ ഭാഗമായിരിക്കാം ശരീരത്തിന് ചില ദോഷങ്ങൾ ബാധിക്കുകയാണ്. ഇതിനെയാണ് നമ്മൾ വിരുദ്ധ ആഹാരം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഒരു 10 ഫാക്ടേഴ്സ് ആണ് ഇതിനെ, അതായത് ഇത് ഉണ്ടാക്കുന്ന കാരണങ്ങൾ ഒരു 10 ഘടകങ്ങളാണ്. അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അതാണ് ഈ ഫുഡിനെ ഇൻകോമ്പറ്റബിൾ ഫുഡായിട്ട് മാറ്റുന്നത്. ഓക്കെ, അപ്പൊ അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ അക്കോർഡിംഗ് ടു ആയുർവേദയാണ് ഞാൻ പറയുന്നത്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്നത് ദേശവിരുദ്ധം. ദേശവിരുദ്ധം എന്ന് പറയുന്നത് എന്താണ്? പ്ലേസ്. അതായത് ദേശം എന്ന് പറയുന്നത് പ്ലേസിന് അനുകൂലമല്ലാത്ത ആഹാര പദാർത്ഥങ്ങൾ നമ്മൾ കഴിക്കുന്നു. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വളരെ ഡ്രൈ ലാൻഡ്. ഇപ്പൊ ഡ്രൈ ലാൻഡ് എന്ന് പറയുമ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറയാം, രാജസ്ഥാൻ. ഓക്കെ, ഇപ്പൊ രാജസ്ഥാൻ വളരെ ഡ്രൈഡ് ആയിട്ടുള്ള, രാജസ്ഥാനിലെ ചില പ്രദേശങ്ങളാട്ടോ ഉദ്ദേശിക്കുന്നത്, എല്ലാ പ്രദേശങ്ങളും അല്ല, എന്നാലും പൊതുവെ അതൊരു ഡ്രൈ ലാൻഡ് ആണ്. അപ്പൊ അവിടെ നമ്മൾ ഉണങ്ങി വരേണ്ട പ്രദേശമായിരിക്കും. അപ്പൊ അവിടെ നമ്മൾ കൂടുതലായിട്ട് ഡ്രൈ ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുകയാണെങ്കിൽ അത് നമുക്ക് പിന്നെയും ബുദ്ധിമുട്ട് സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് നമ്മുടെ ശരീരം ഒന്നും കൂടിയും ഒരു വിരുദ്ധമാണ്. അതായത് നമ്മുടെ പ്ലേസ്, ഇപ്പൊ നമ്മൾ നല്ല തണുപ്പുള്ള സ്ഥലത്താണ് താമസിക്കുന്നത് വെച്ചാൽ നമ്മൾ തണുപ്പ് കഴിക്കുകയാണെങ്കിൽ വീണ്ടും നമുക്കത് വിരുദ്ധ ആഹാരമായിട്ട് മാറും. ഓക്കെ, അപ്പോ ഓരോ പ്രദേശത്തിനനുസരിച്ചിട്ടുള്ള ഫുഡുകളാണ് നമ്മൾ കൂടുതലായിട്ട് കഴിക്കേണ്ടത്. ഇടയ്ക്ക് ഒരു ഒക്കേഷനിൽ കഴിച്ചാലല്ല ഈ ബുദ്ധിമുട്ട് വരുന്നത്. ലോങ് ഡ്യൂറേഷനിൽ നമ്മൾ എടുക്കുമ്പോഴാണ് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഓക്കെ, രണ്ടാമത്തത് കാലവിരുദ്ധം, അതായത് സീസണൽ ആയിട്ട്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാലാവസ്ഥയ്ക്ക് വിരുദ്ധമായിട്ട്, അതായത് ഇപ്പൊ തണുപ്പ് കാലഘട്ടത്തില്, അതായത് നമുക്കിപ്പോ ഡിസംബർ ജനുവരി മാസമാണ് അല്ലെ, ഈ മാസത്തിൽ നമ്മൾ കൂടുതലായിട്ട് നല്ല തണുപ്പുള്ള സമയത്ത് നമ്മൾ നന്നായി ഐസ്ക്രീം കഴിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ യോഗേർട്ട്, നല്ല തണുത്ത യോഗേർട്ട് ഒക്കെ കഴിക്കുകയാണ്, തണുത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുകയാണ്. അതുപോലെ നമ്മൾ ക്രീം കേക്ക് ഒക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത് അങ്ങനെ തന്നെ ആ ഒരു തണുപ്പോട് കൂടി തന്നെ കഴിക്കുകയാണ്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ശരീരത്തിൽ വിരുദ്ധാഹാരത്തിന്റെ ഫലമായിട്ടുള്ള ദോഷങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അതുപോലെ സംയോഗ വിരുദ്ധത്തിലാണ് നമ്മൾ ഈ സാധാരണ പറയുന്നത് ഫുഡ് കോമ്പിനേഷൻസ് ഒക്കെ വരുന്നത്. അപ്പൊ നമ്മൾ പറയാറുണ്ടല്ലോ, മീനിന്റെ കൂടെ നമ്മൾ തൈര് കൂട്ടരുത്, അത് വിരുദ്ധമാണ്. യെസ്, അതൊരു വിരുദ്ധ ആഹാരമാണ്. മീനും തൈരും എന്ന് പറയുന്നത് വിരുദ്ധ ആഹാരമാണ്. അതുപോലെ തന്നെയാണ് നമുക്ക് പാലും വെജിറ്റബിൾസും ഫ്രൂട്ട്സും, ആ ഒരു കോമ്പിനേഷനും വളരെ വിരുദ്ധമായിട്ടുള്ള ആഹാരമാണ്. പക്ഷെ നമ്മളിത് വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ്. മിൽക്ക് ഷേക്കുകളൊക്കെ നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലെ. അത് പാലും ഫ്രൂട്ട്സും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ആണ് മിൽക്ക് ഷേക്ക് എന്ന് പറയുന്നത്. പക്ഷെ അത് കഴിക്കുന്നത് നമ്മളൊരു ലോങ് ഡ്യൂറേഷനിൽ കഴിക്കുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത്. ഒക്കേഷനിൽ കഴിച്ചു എന്ന് പറയുമ്പോഴല്ല നമുക്ക് പ്രശ്നങ്ങൾ വരുന്നത്. ഓക്കെ, അതേപോലെ പാലും മീനും അതും തമ്മിലുള്ള കോമ്പിനേഷൻ, അതുപോലെ തൈര് മീന് ഇത് തമ്മിലുള്ള കോമ്പിനേഷൻ. അപ്പോൾ ഇത് നമുക്ക് പ്രത്യേകിച്ച് ഈ സംയോഗ വിരുദ്ധം, അതായത് നമ്മുടെ ഒരു ഫുഡ് കോമ്പിനേഷൻ റോങ് ആയിട്ടുള്ള ഫുഡ് കോമ്പിനേഷൻസ് വരുമ്പോഴാണ് വിരുദ്ധ ആഹാരമായിട്ട് അത് മാറുന്നത്. ഓക്കെ, പിന്നെ അതേപോലെ മാത്രാവിരുദ്ധം എന്ന് വെച്ചാൽ ക്വാണ്ടിറ്റി, നമ്മൾ കഴിക്കുന്ന ക്വാണ്ടിറ്റിക്ക്, അതായത് നമ്മൾ ആ ഒരു ഉണ്ടാക്കുന്ന ഒരു സംഭവം പാകത്തില് നമ്മളിപ്പോ കുക്ക് ചെയ്യുന്ന സമയത്ത് മാത്രാവിരുദ്ധം എന്ന് പറയുന്നത് സെയിം ക്വാണ്ടിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രത്യേക ക്വാണ്ടിറ്റിയിൽ നമ്മളത് ചേർക്കുമ്പോൾ ആ ഫുഡ് വിഷയമായിട്ട് മാറുകയാണ്. അപ്പൊ അതിനെ ആൻസർ, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈക്വൽ ക്വാണ്ടിറ്റി തേൻ എടുക്കുന്നു, ഈക്വൽ ക്വാണ്ടിറ്റി തന്നെ നെയ്യും എടുക്കുന്നു. ഓക്കെ, ഇത് രണ്ടും കൂടിയിട്ടുള്ള കോമ്പിനേഷൻ എന്ന് പറയുന്നത് വിഷമാണ്. ഓക്കെ, ആ രീതിയിൽ. ഓക്കെ, അത് നമുക്ക് വിരുദ്ധ ആഹാരമായിട്ട് മാറുകയാണ്. അതുപോലെ വരുന്നതാണ് നമുക്ക് വീര്യവിരുദ്ധം എന്ന് വെച്ചാൽ, വീര്യം എന്ന് പറയുന്നത് 2 വീര്യങ്ങളാണ് ഉള്ളത്, ഉഷ്ണവീര്യവും ശീതവീര്യം. ഉഷ്ണം എന്ന് വെച്ചാൽ നല്ല രീതിയിൽ ചൂടുള്ള അവസ്ഥയാണ്, ശീതവീര്യം എന്ന് വെച്ചാൽ തണുത്ത അവസ്ഥ. അപ്പൊ നമ്മൾ ചൂടുള്ള ഭക്ഷണത്തിന്റെ കൂടെ തന്നെ തണുത്ത ഭക്ഷണം കഴിക്കാൻ പാടില്ല, അത് വിരുദ്ധമാണ്. അപ്പൊ ചൂടുള്ള ഭക്ഷണം എന്ന് പറയുന്നത് എന്താണ്? നല്ല ചൂടുള്ള ബിരിയാണി നമ്മൾ കഴിക്കുകയാണ്, അതിന്റെ കൂടെ നമ്മളൊരു ലെമൺ ജ്യൂസ്, നല്ല തണുത്ത ലെമൺ ജ്യൂസ് കുടിക്കുകയാണ്. അത്
വിരുദ്ധമാണ്. അതുപോലെ നമുക്ക് തണുത്തൊരു പൈനാപ്പിൾ ജ്യൂസ് കഴിക്കുകയാണ്, അത് വിരുദ്ധമാണ്. മനസ്സിലായോ? അപ്പൊ ഇത് ഈ രീതിയിലുള്ള ഫുഡ് കോമ്പിനേഷൻസ് അവിടെ വിരുദ്ധമായിട്ട് വരുന്നു. ഇനി സംസ്കാര വിരുദ്ധം എന്ന് പറയുന്നു. സംസ്കാര വിരുദ്ധം എന്ന് പറയുന്നത് ഭക്ഷണം പാകം ചെയ്യുന്നതിന്റെ ഉണ്ടാകുന്ന ചില റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിന്റെ അപാകതയാണ് എന്തായിട്ട് മാറുന്ന ആ ഭക്ഷണത്തിനെ വിഷമാക്കി മാറ്റുന്നത്. അപ്പൊ അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മള് തേന് നമ്മളെപ്പോഴും ആ ഒരു അതിന്റെ നോർമൽ ആ ടെമ്പറേച്ചറിൽ കുടിക്കാനേ പാടുള്ളൂ. പക്ഷെ തേൻ നമ്മൾ ചൂടാക്കുകയാണെങ്കിൽ അത് എന്തായി മാറും? അതിന്റെ കംപ്ലീറ്റ് ആ ഒരു ഗുണങ്ങൾ നഷ്ടപ്പെട്ട് അത് വിഷമായിട്ട് മാറും. മനസ്സിലായോ? അപ്പൊ തേൻ ചൂടാക്കുന്നത് എന്താണ്? വിഷമാണ്. ഓക്കെ. അതുപോലെ തന്നെ നമുക്കറിയാം അഭ്യംഗയൊക്കെ ചെയ്യുന്ന സമയത്ത് ഫുഡ് മസാജസ് അല്ലെങ്കിൽ ബോഡി മസാജസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ തൈലങ്ങളൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ തൈലം ചൂടാക്കണം. പക്ഷെ നമ്മൾ ഒരിക്കലും ഇത് ഡയറക്റ്റ് നമ്മൾ ചൂടാക്കരുത്. ഇത് നമ്മൾ ഡബിൾ ബോയിലിംഗ് എന്ന മെത്തേഡ് വെച്ചിട്ടാണ് ചൂടാക്കേണ്ടത്. പക്ഷെ പലർക്കും ഇത് അറിയില്ല. ഒരു ഡയറക്റ്റ് സ്റ്റൗവിൽ വെച്ച് ഇതൊന്ന് ചൂടാക്കും. പക്ഷെ അത് ചെയ്യരുത്. അത് നമ്മൾ ഡബിൾ ബോയിലിംഗിൽ കൂടെ ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ട്, അല്ലെങ്കിൽ അതൊരു വിരുദ്ധമായിട്ട് മാറാറുണ്ട്. ഓക്കെ. പിന്നെ വരുന്നത് അഗ്നിവിരുദ്ധം. അഗ്നിവിരുദ്ധം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ദഹനശക്തി കുറവാണ്, നമ്മളുടെ വീക്ക് ആയിട്ടുള്ള ഒരു മന്ദാഗ്നി ഉള്ള ഒരു വ്യക്തിയാണ്. അതായത് അഗ്നി എന്ന് പറയുന്നത് ഡൈജസ്റ്റീവ് ഫയറിനെയാണ്. അത് കുറവാണെങ്കിൽ നമ്മൾ നല്ല ഹെവി മീൽസ് കഴിക്കുകയാണ്, അതായത് വളരെ മന്ദാഗ്നി ഉള്ള ഒരു വ്യക്തിയാണ്, അയാൾ പോയിട്ട് പൊറോട്ട കഴിക്കുകയാണ്, രാത്രി പൊറോട്ട കഴിച്ചിട്ട് കിടക്കുകയാണ്, അയാളുടെ ദഹനശക്തിക്ക് പ്രശ്നം ഉണ്ടാവും അല്ലെ? തീർച്ചയായിട്ടും ഉണ്ടാവും. അത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ ബിരിയാണി കഴിക്കുകയാണ് രാത്രി, അപ്പൊ തീർച്ചയായിട്ടും അവിടെ അഗ്നിവിരുദ്ധമാണത്. അത് അയാളുടെ ഡൈജസ്റ്റീവ് ഫയറിന് അല്ലെങ്കിൽ അയാളുടെ ആ ഒരു അഗ്നിക്ക് ചേർന്നതല്ല അയാൾ കഴിക്കുന്നത്, അത് വിരുദ്ധ ആഹാരമായിട്ട് മാറുകയാണ്. മനസ്സിലായോ? അതാണ് അടുത്തത്. പിന്നെ ഉപചാര വിരുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ പഞ്ചകർമ്മ ചികിത്സയൊക്കെ എക്സാമ്പിൾ പറയാണ്. കർമ്മ ചികിത്സയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ സാധാരണ പേഷ്യന്റിന്റെ അടുത്ത് പറയും കുറച്ച് കാര്യങ്ങൾ, അത് അവര് അനുസരിക്കേണ്ടതാണ്. എന്നാലാണ് അവർക്ക് ആ പഞ്ചകർമ്മയുടെ ഗുണങ്ങളൊക്കെ കൃത്യമായിട്ട് കിട്ടുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരോട് ചില പഥ്യം ഫോളോ ചെയ്യാനായിട്ട് പറയും. അതായത് തണുത്ത ആഹാരം കഴിക്കാൻ പാടില്ല, അതുപോലെ വെയിലത്ത് നടക്കരുത്, ഇത്തരം ചില കാര്യങ്ങൾ. ഇതിപ്പോ രണ്ടെണ്ണം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കും. എന്നാലാണ് അവർക്ക് കൃത്യമായിട്ട് ആ ഒരു കംപ്ലീറ്റ് ആ പഞ്ചകർമ്മ ചെയ്തതിന്റെ ഗുണങ്ങൾ അവർക്ക് കുറച്ചും കൂടി നാളത്തേക്ക് നിൽക്കുള്ളൂ. അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് പോകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഉപചാര വിരുദ്ധം, അതായത് തെറ്റിച്ചു കഴിയുമ്പോൾ അതിന്റെ വിരുദ്ധമായിട്ടുള്ള ദോഷഫലങ്ങളാണ് പിന്നെ അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പൊ അതാണ് ഉപചാര വിരുദ്ധം. ഇനി ഹൃദ്യവിരുദ്ധം എന്ന് വെച്ചാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് കൂടുതൽ ഗുണം ചെയ്യുമെന്നാണ് പറയുന്നത്. അല്ല, നമ്മൾക്ക് ഇഷ്ടപ്പെടാതെ നമ്മൾ കഷ്ടപ്പെട്ട് ഒരു ഫുഡ് കഴിക്കുകയാണെന്ന് വിചാരിക്കും, അതെപ്പോഴും നമ്മുടെ ശരീരത്തിന് ദോഷമാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇപ്പോൾ ഇഷ്ടപ്പെടാത്ത ഒരു സംഭവം, ഒരു കൈപ്പയ്ക്ക തോരൻ വെച്ചു, ആ ഒരു വ്യക്തിക്ക് ഇഷ്ടമല്ല പക്ഷെ കഷ്ടപ്പെട്ട് തിന്നുകയെന്ന് വിചാരിക്കും. അപ്പൊ എന്ത് സംഭവിക്കും? അതിന്റെ ആ ഒരു അവർക്ക് ഓക്കാനം വരും, ഛർദ്ദിക്കാൻ വരും, പെട്ടെന്ന് ടേസ്റ്റ് പിടിക്കാതെ വരെയുള്ള ഒരു അവസ്ഥയിലേക്ക് വരും, വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കാണും. അതൊരു ഹൃദ്യവിരുദ്ധമാണ്. അതായത് നമുക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ്. അടുത്തത് പാകവിരുദ്ധം എന്ന് വെച്ചാൽ നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുന്ന രീതി തെറ്റുന്നതിന്റെ അവസ്ഥയാണ്. അതിന്റെ അപാകത മൂലം ഉണ്ടാകുന്ന ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന വിരുദ്ധതയാണത്. അപ്പൊ അതിന് എക്സാമ്പിൾ നമുക്ക് പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ഫുഡ് എടുത്ത് ചൂടാക്കി കഴിക്കുന്നുണ്ട്. നമ്മൾ പാകം ചെയ്യുമ്പോൾ അതിനൊരു ചൂട് കൊടുക്കുന്നുണ്ട്, ആഹാരത്തിന് കൊടുക്കേണ്ട ചൂട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ഇത് പാകമാവുന്നത്. അതിനുശേഷം നമ്മൾ വീണ്ടും ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് വീണ്ടും ചൂടാക്കി കഴിക്കുമ്പോൾ അത് വിരുദ്ധ ആഹാരമായിട്ട് മാറുകയാണ്. ഫോർ എക്സാമ്പിൾ, അതാണ് എനിക്ക് പറയാനുള്ളത്. മനസ്സിലായോ? അപ്പോ ഇതാണ് പാകവിരുദ്ധം എന്ന് പറയുന്നത്. ഓക്കെ. ഇപ്പൊ നമ്മളോട് ഇപ്പൊ നമ്മുടെ ആയുർവേദ ശാസ്ത്രത്തിൽ മാത്രമല്ല, എല്ലാ ശാസ്ത്രത്തിലും പറയുന്നതാണ് ഫുഡ് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ചൂടാക്കി കഴിക്കുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളത്. അത് തന്നെയാണ് ഇവിടെ ഈ ഒരു വിരുദ്ധത എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും? നമുക്ക് അലർജി ഉണ്ടാകാം. ഈ വിരുദ്ധാഹാരം കൂടുതൽ നാൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ദഹനത്തിന്റെ പ്രശ്നങ്ങൾ വരാം, ഗ്യാസിന്റെ പ്രശ്നങ്ങൾ വരാം, അതുപോലെ ഇൻഫെർട്ടിലിറ്റി വരെ വരാനായിട്ട് സാധ്യതയുണ്ട്. വന്ധ്യത വരെ നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ അപസ്മാരം എന്ന അവസ്ഥയിലേക്ക് വരാം. മനസ്സിലായോ? അപ്പൊ ഇത്തരം അവസ്ഥകൾ വരാറുണ്ട്. പ്രത്യേകിച്ച് ഫിഷ്, തൈര്, അതുപോലെ ഫിഷ്, പാല്, ഇത് രണ്ടും ഭയങ്കരമായിട്ട് നമുക്ക് വിരുദ്ധ ആഹാരങ്ങൾ തന്നെയാണ്. അതുപോലെ ചിക്കൻ, ബീഫ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ പാലിന്റെ കൂടെ കഴിക്കരുത്. മാംസാദികളും പ്രശ്നങ്ങൾ തന്നെയാണ്. നമ്മൾ പക്ഷെ അതിന്റെ ഒരു കോമ്പിനേഷൻ ആണ് ബിരിയാണിയിലൊക്കെ നമ്മൾ കഴിക്കുന്നത് അല്ലെ? തൈര്, ഇറച്ചി, ആ ഒരു കോമ്പിനേഷൻ. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ വിരുദ്ധമാണ്, പക്ഷെ നമ്മൾ കഴിക്കുന്നു. എന്നിട്ട് എന്തുകൊണ്ട് നമുക്ക് പ്രശ്നം വരുന്നില്ല? അതിനുള്ള ആൻസറും ഉണ്ട്. അത് നമുക്ക് പറയാം. വിരുദ്ധാഹാരങ്ങൾ ചില ആളുകൾ കഴിച്ചാൽ അവർക്ക് ബുദ്ധിമുട്ടൊന്നും വരാറില്ല. കാരണം എന്തുവാണ്? പൊതുവെ അവര് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബോഡി ആയിരിക്കും. പിന്നെ അവർ വ്യായാമം ചെയ്യുന്നവരായിരിക്കും.
അതേപോലെ തന്നെ കൃത്യമായിട്ട് ഫുഡ് ഓൺ ടൈമിൽ കഴിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ ഇതൊക്കെ കൊണ്ടാണ് പൊതുവെ അവര് ബലവാന്മാരായിരിക്കും, അവർക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും വരാറില്ല. പക്ഷെ നിങ്ങൾ പലരിലും കണ്ടിട്ടുണ്ടാവും ഇപ്പൊ കൂടുതലാണ് ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ വന്യത, അതേപോലെ തന്നെ ഇത്തരം അലർജി പ്രശ്നങ്ങളൊക്കെ ഒരുപാട് ആളുകളിൽ കണ്ടുവരുന്നത്. അതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുടെ ആഫ്റ്റർ എഫക്റ്റ് ആണ് നമുക്ക് പിന്നീട് ഇത്തരം ബുദ്ധിമുട്ടുകളിലേക്കൊക്കെ പോകുന്നത്. ഓക്കെ, അതേപോലെ നമുക്ക് ഇതിനെ ഒരു മോഡേൺ രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഇതിനെ ഫുഡ് പോയ്സൺ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെ മോഡേൺ കോറിലേഷൻ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഈ ഒരു ഫുഡ് പോയ്സൺ തന്നെയാണ്. ഫുഡ് പോയ്സൺ കൊണ്ട് വയറുവേദന ഉണ്ടാവാം, അലർജി നമുക്ക് വയറിളക്കം ഉണ്ടാകാം, അതേപോലെ ഛർദി ഉണ്ടാവാം, മോക്കാനം വരാൻ തോന്നുക, അതേപോലെ പുളിച്ചതായിട്ടല്ല, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കാണിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവർ പറയും ഇത് ഫുഡ് പോയ്സൺ ആണ് എന്ന് അവർ പറയാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മോഡേൺ കോറിലേഷനിലും ഇത് പറയുന്നുണ്ട്. അപ്പൊ ഇതിനെ നമ്മൾ ആയുർവേദ ശാസ്ത്രത്തിൽ വളരെ പണ്ട് തന്നെ ഇതിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്, ബിരുദാഹാരം എന്ന രീതിയിൽ കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇത് നമുക്ക് ഒരു തിരിച്ചറിവാണ്, ഇത് മനസ്സിലാക്കി നമുക്ക് കഴിക്കാം. അല്ല, ചില ആളുകൾക്ക് ഇത് വളരെ ഹാബിച്വേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ ഉപയോഗിക്കാൻ. ഇപ്പൊ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ വെസ്റ്റ് ബംഗാളിലൊക്കെ തൈരും മീനും കൂടിയിട്ട് അവര് കറി, അതായത് മീൻ കറിയിൽ അവർ തൈര് ആഡ് ചെയ്ത് കഴിക്കുന്ന ഒരു രീതിയൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ അവരത് ഹാബിച്വേറ്റഡ് ആണ്, അതുകൊണ്ടാണ് അവർക്കത് ആ ഒരു ബുദ്ധിമുട്ട് വരാത്തത്. അപ്പോൾ ഇത്തരം പക്ഷെ നമ്മൾ ഇടയ്ക്കൊക്കെ കഴിക്കുകയാണെങ്കിൽ ഒക്കേഷനലി അല്ലെങ്കിൽ കുറച്ചും കൂടി ലോങ് ഡ്യൂറേഷനിൽ നമ്മളത് ഉപയോഗിച്ച് അത്ര അങ്ങോട്ട് ഉപയോഗിച്ച് നമുക്കൊരു ഹാബിച്വേറ്റഡ് അല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ബുദ്ധിമുട്ടുകൾ പിന്നീടുള്ള രീതിയിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം. അതേപോലെ തന്നെ നമ്മുടെ ലൈവ് സെക്ഷനിലും നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ നാളെ പുതിയൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി. ബൈ.